തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി തൃശൂരിൽ നേരിട്ടത് വൻ തിരിച്ചടി. ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തിയുമായി സംസ്ഥാന നേതൃത്വം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മുന്നേറ്റം സൃഷ്ടിച്ച ഇടങ്ങളിൽ പോലും ബി.ജെ.പി തകർന്നടിഞ്ഞു. തൃശൂരിൽ കോർപ്പറേഷനിലുൾപ്പെടെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. എന്നാൽ കോർപ്പറേഷനിൽ 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ 2 സീറ്റ് കൂടുതൽ നേടി 8 സീറ്റുകൾ പിടിക്കാൻ മാത്രമാണ് ബി.ജെ.പിക്ക് കഴിഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കണമെന്ന ബി.ജെ.പിയുടെ മോഹം ഇത്തവണയും പൂവണിഞ്ഞില്ല. 86 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. ജില്ലയിൽ ആകെയുള്ള 231 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ബി.ജെ.പിക്ക് നേടാനായത് വെറും 5 ഡിവിഷനുകളാണ്. ആകെയുള്ള 7 നഗരസഭകളിൽ 36 ഡിവിഷനുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജില്ലയിലുണ്ടായിരുന്നിട്ടും പ്രചരണ രംഗത്ത് സജീവമായിരുന്നിട്ടും പാർട്ടിയെ ജനങ്ങൾ കൈവിട്ടു. സുരേഷ് ഗോപി നാടൊട്ടുക്ക് കലുങ്ക് സംവാദം നടത്തിയതും ജനങ്ങൾക്കിടയിൽ വില പോയില്ല. മാത്രവുമല്ല, ഈയിടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനമാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. സുരേഷ് ഗോപി ഉണ്ടായിരുന്നിട്ട് പോലും പാർട്ടിക്ക് മെച്ചമുണ്ടാക്കാനാകാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വം. ജില്ലാ നേതാക്കളെ വിളിച്ച് കർശനമായി താക്കീത് ചെയ്യാനാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.